ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടോപ്പ് 10 ഫിഷ് ഫോർ ബിഗിനേഴ്സ്. നമ്മൾ ഒരു അക്വേറിയത്തിൽ പോകുമ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് ഫിഷിനെ കാണും. സോ നമുക്ക് എല്ലാ ഫിഷിനെയും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതല്ല. പല ടൈപ്പ് ഫിഷസ് ഉണ്ട്, മോൺസ്റ്റർ ഫിഷ് ഉണ്ട്, പിന്നെ എക്സ്ട്രീമിലി കെയർ ചെയ്യേണ്ട ഫിഷസ് ഉണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട്, പല ടൈപ്പ് ഫിഷസ് ഉണ്ട്. സോ നമ്മൾ ഏതൊക്കെ ഫിഷിനെ ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓൺ ദ ഫസ്റ്റ് പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബിഗിനർ ഫിഷ് ആണ് ഗോൾഡ് ഫിഷ്. അത് മാത്രമല്ല നമുക്ക് ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫിഷ് ആണ് ഗോൾഡ് ഫിഷ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. എല്ലാ കടയിലും അവൈലബിൾ ആയിട്ടുള്ള ഫിഷും കൂടിയാണ് ഗോൾഡ് ഫിഷ്. സോ പിന്നെ നമുക്ക് ഫർദർ പറയുകയാണെങ്കിൽ ഇവിടെ ലൈഫ് സ്പാൻ വരുന്ന ഒരു 5 to 10 years അല്ലെങ്കിൽ എബോ നമ്മുടെ കൂടെ ഉണ്ടാവും മീന് കറക്റ്റ് ആയിട്ട് കെയർ ചെയ്താൽ. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല ഇപ്പൊ പല വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. ഒറാൻഡ, അതേപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള റാൻഷു എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഹൈബ്രിഡ് ഫിഷസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു ഫിഷാണ് നമ്മുടെ ബ്ലാക്ക് മോറയും. അപ്പൊ അതും നമുക്ക് ഇവരുടെ കൂടെ മിക്സപ്പ് ചെയ്ത് ഈസി ആയിട്ട് വളർത്താനുള്ള ഫിഷാണ്. സോ ഇതാണ് ഫസ്റ്റ് പ്ലേസ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പ്ലേസ് ഞാൻ പറയുന്നത് ബെറ്റർ ഫിഷ് ഓർ ഫൈറ്റർ ഫിഷ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ വൺ ഓഫ് ബെസ്റ്റ് ഫിഷ് ആണ്. നമുക്ക് സിംഗിൾ ആയിട്ടാണ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് കൂടുതലും. അത്യാവശ്യം ഒരു വലിയ ബൗൾ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക ഫൈറ്ററിനെയാണ് ഇടുന്നതെങ്കിൽ. അല്ലെങ്കിൽ ഒരു 1 feet ടാങ്ക് ആയാലും ഇനഫ് ആണ്. നമുക്ക് ഇവരെ ഒറ്റയ്ക്കല്ലാതെ പല പല ഫിഷസിലൂടെ നമുക്ക് പെയർ ചെയ്ത് വളർത്താം. സോ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫിഷസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. ഷോർട്ട് ആയിട്ടുള്ള അധികം ടൈൽ ഒന്നും ഇല്ലാത്ത സ്മോൾ ഫാസ്റ്റ് മൂവിങ് ഫിഷിനെ നിങ്ങൾക്ക് ബെറ്റയിലൂടെ ആഡ് ചെയ്യാം. തേർഡ് പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ മോളി ഫിഷ് ആണ്. അതായത് നമ്മുടെ ബ്ലാക്ക് മോളി, വൈറ്റ് മോളി കാറ്റഗറി വരുന്ന ഫിഷസ് ആണ്. സോ ഇവര് ഒരു ബ്യൂട്ടിഫുൾ ഫിഷ് ആണ്. നിങ്ങൾക്ക് ഒരു സെമി പ്ലാന്റ് ടാങ്കിലും ഈസി ആയിട്ട് വളർത്താൻ പറ്റും. സോ അതുകൊണ്ട് നല്ലൊരു ഫിഷാണ്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുക. അതിൻ്റെ ഇതേപോലെ തന്നെ നമുക്ക് പ്ലേറ്റീസ് ഇവരോട് ആഡ് ചെയ്യാം. പിന്നെ സ്വോട്ട് ടൈലും ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആക്ച്വലി ലൈവ് ബ്രീഡേഴ്സ് ആണ്. അതായത് ഇവർ ലൈവ് ബ്രത്ത് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുട്ടയിടുന്ന ടൈപ്പ് അല്ല ഈ ഫിഷസ് ഒക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാങ്കിൽ കൊച്ചു കൊച്ചു സ്മോൾ ഫിഷസ് ഒരു 1 month 2 month കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരെ വാങ്ങിയിട്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ മീനിനെ തീർച്ചയായും ചൂസ് ചെയ്യുക. ബീനിയേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫിഷസ് ആണ്. സോ നമുക്ക് അടുത്ത ഫോർത്ത് പ്ലേസിലോട്ട് പോവാം. ഫോർത്ത് പ്ലേസ് ഞാൻ പറയുന്നത് ഗൗരാമീസ് ആണ്. അപ്പോൾ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഫിഷ് ആണ് ഗൗരാമീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക. ഇത് പല വെറൈറ്റി ഗൗരാമീസ് അവൈലബിൾ ആണ്. ഡോർഫ് വെറൈറ്റി, അതേപോലെ തന്നെ പല വെറൈറ്റി അവൈലബിൾ ആണ്. പണ്ട് നമുക്ക് ഒറ്റ വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ദ നോർമൽ ടൈപ്പ്. അപ്പോൾ അത് നമുക്ക് 2 കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നുള്ളൂ ആ ടൈമിൽ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറും പിന്നെ ബ്ലൂ കളറും. ഇപ്പൊ പല വെറൈറ്റിയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചൂസ് ചെയ്യുക. ബ്യൂട്ടിഫുൾ ഫിഷ് ആണ്. സോ ഇവർ നിങ്ങളുടെ ടാങ്കിൽ ബ്രീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യാൻ നോക്കുക. ഇവരെ നമുക്ക് വേറെ ഫിഷ് എല്ലാ ഫിഷിൻ്റെ കൂടെ മിക്സപ്പ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ഫിഷ് തന്നെയാണ്. സോ നമുക്ക് 5ാം സ്ഥാനത്തേക്ക് പോകാം. സോ ഫിഫ്ത്ത് പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ വിഡോ ടെട്രയാണ്. അപ്പൊ നമുക്കറിയാം പണ്ടേ ഉള്ള ഫിഷാണ്. പക്ഷെ ഇപ്പൊ ഇതിന്റെ പുതിയ വേരിയന്റ് നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതായത് ഗ്ലോ ഫിഷ് ആണ്. അത് പല കളർ വെറൈറ്റിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഷസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ അത് ചൂസ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായും നിങ്ങൾ ചൂസ് ചെയ്യാം. സോ നമുക്ക് 6ലേക്ക് പോകാം. ഇത് സീബ്ര ഫിഷ് ആണ്. അപ്പോൾ ഇത് ഗ്ലോ ഫിഷിന്റെ കൂടെ തന്നെ പറയാൻ പറ്റിയ ടൈപ്പ് ഫിഷസ് ആണ് ഈ സീബ്ര ഫിഷ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്ലോ ഫിഷിനെ പോലെ തന്നെ പല കളർ വെറൈറ്റിയിൽ നമുക്കിപ്പോൾ സീബ്ര അവൈലബിൾ ആയി വരുന്നുണ്ട്. ഈ ഫിഷ് കൂടുതൽ ടോപ്പ് എൻഡിലാണ് സറൗണ്ട് ചെയ്ത് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സീബ്രയെയും അതേപോലെ തന്നെ നമുക്ക് വിഡോ ടെട്രീസിനെയും ഒരുമിച്ച് വിട്ടാൽ ആ ടാങ്ക് ഫുള്ള് കവർ ആവും. വിഡോ ടെട്ര ഒരു മിഡിൽ ലോ ആ റേഞ്ചിൽ നിൽക്കും. അതുപോലെ തന്നെ ഈ സീബ്ര ഫിഷ് അപ്പർ സർഫസിലും സറൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പെയറപ്പ് ചെയ്ത് വളർത്താൻ പറ്റും. അപ്പോൾ 7th പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ ടൈഗർ ബാർബാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സോ ടൈഗർ ബാർബ് ഇപ്പൊ പല വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. പണ്ടത്തെ വൈൽഡ് ടൈപ്പ് അല്ലാതെ ഇപ്പൊ പല വെറൈറ്റിയിൽ നമ്മുടെ ഗ്ലോ ഫിഷ് പോലെ തന്നെ അവൈലബിൾ ആണ്. പല കളറിൽ ഇവർ അവൈലബിൾ ആണ്. സോ ഇവർ നമുക്ക് ഈസി ആയിട്ട് വളർത്താം. ഒരു ബിഗിനർ ഫിഷ് തന്നെയാണ്. കുറെ കാലം കടന്നോളും. നല്ല ഫിഷാണ്. നമുക്ക് നമ്മുടെ സീബ്രോസിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിഡോ ടെട്രയിലൂടെയൊക്കെ പെയർ ചെയ്ത് വളർത്താം. അധികം പ്ലാന്റഡ് ടാങ്കിൽ യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഓൺ ദ 8th പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ ഏഞ്ചൽ ഫിഷ് ആണ്. സോ ഏഞ്ചൽ ഫിഷ് നമുക്കറിയാം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഫിഷാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വെള്ളത്തിന്റെ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വന്നാൽ തന്നെ ഈ ഫിഷ് പെട്ടെന്ന് ഡെഡായി പോകുന്ന ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഫിഷിനെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. സോ നിങ്ങൾ വെള്ളത്തിൽ പെട്ടെന്ന് അമോണിയ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഫിൽറ്ററൊക്കെ പക്കായിട്ട് വെച്ച് ഫുഡ് ലിമിറ്റിൽ മാത്രം ഇട്ട് കൊടുക്കുക. സോ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏഞ്ചൽ ഫിഷിനെ കെയർ ചെയ്ത് പോകാം. സോ അതാണ് ഞാൻ 8th പ്ലേസിൽ കൊടുക്കാൻ കാരണം. ഇനി ഞാൻ 9th പ്ലേസിലേക്ക് വരാം. 9th പ്ലേസ് ഞാൻ പറയുന്നത് നമ്മുടെ ഗപ്പി ഫിഷ് ആണ്.
സോ എന്തുകൊണ്ടാണ് ഗപ്പി ഫിഷിനെ ഇത്രയും ചെറിയൊരു നമ്പറിൽ വച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ പണ്ട് കിട്ടുന്ന ടൈപ്പ് ഗപ്പീസ് അല്ല ഇപ്പൊ കിട്ടുന്നത്. പണ്ട് കിട്ടുന്നത് നമ്മുടെ വൈൽഡ് ഗപ്പീസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് കടയിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് കൂടുതലും ഈ ഹൈബ്രിഡ് ഗപ്പീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 9th പൊസിഷൻ വെച്ചിരിക്കുന്നത്. പക്ഷെ പോണ്ടിലാണ് നിങ്ങൾ വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പോണ്ടിൽ ഈസി ആയിട്ട് സർവൈവ് ചെയ്യും. ബ്രീഡും ആവുന്ന ഫിഷ് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. സോ അക്വരത്തിലാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് 9th പൊസിഷൻ. സോ നമുക്ക് അടുത്തേക്ക് പോകാം. ഓൺ ദ 10th പ്ലേസ് ഞാൻ പറയുന്നത് കോയി കാർപ്പാണ്. സോ എന്തുകൊണ്ടാണ് കോയി കാർപ്പ് 10th പ്ലേസ്? ഇതും കുറച്ച് കോൺട്രവേഴ്സ്യൽ ആണ്. സോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് പറഞ്ഞുതരാം. നമ്മളൊരു 2 feet ടാങ്കാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. സോ നമ്മൾ ചെറിയ സൈസിലായിരിക്കും ഈ കോയി കാർപ്പിനെ വാങ്ങുന്നത്. ആദ്യമൊക്കെ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഫിഷ് തന്നെയാണ് കോയി കാർപ്പ്. ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 5 to 6 months കഴിയുമ്പോഴത്തേക്കും കോയി കാർപ്പിന്റെ സൈസ് വലുതാവാൻ തുടങ്ങും. സോ ആ സമയത്താണ് പ്രശ്നം വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു പോണ്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ നല്ല അടിപൊളി ഫിഷ് ആയിരിക്കും. ഒരു കുഴപ്പമൊന്നും വരില്ല കോയി കാർപ്പ്. പോണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു അക്വേറിയമാണ് വളർത്തുന്നതെങ്കിൽ ഇത് കുറച്ച് പെട്ടെന്ന് തന്നെ വലുതാവാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റേണ്ടി വരും. സോ അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. ബിഗിനേഴ്സ് ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ഫിഷാണ്, അതിന് കുഴപ്പമില്ല. സൈസ് ആണ് ഒരു പ്രശ്നം. അതേപോലെ തന്നെയാണ് ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത മറ്റൊരു ഫിഷ് പ്ലെക്കോ, നമ്മൾ സക്കർ ഫിഷ്. സോ സക്കർ ഫിഷിനെ ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല. അതിന് രണ്ട് മേജർ പ്രോബ്ലം. ഒന്ന് നമ്മുടെ സൈസ് തന്നെയാണ്, പെട്ടെന്ന് വലുതാവുന്ന ഫിഷാണ്. സോ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫിഷിനെ പിടിച്ച് തിന്നാനും ചാൻസ് ഉണ്ട്. ഇത് രണ്ടും കൊണ്ടാണ് ഈ സക്കറിനെ ഉൾപ്പെടുത്തുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ലിസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.